വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മൾ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. സോ നിങ്ങളെല്ലാവരും ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വലിയൊരു ക്ലാസ്സാണ്, ഏതാണ്ട് അരമണിക്കൂറോളമുള്ളൊരു ക്ലാസ്സാണ്. പക്ഷേ അത് ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോകേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അത്രയും ലെങ്ത് ഉള്ളൊരു ക്ലാസ്സാക്കി ഇട്ടത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു നാഷണലിസം എന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടായതിന് പിന്നിലെ കാരണങ്ങളെ പറ്റിയിട്ടാണ് പഠിച്ചത്. അതിലേതാണ്ട് 2 to 3 കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളെ പറ്റിയാണ്. അതായത് ഇംഗ്ലീഷുകാർ നമുക്കിവിടെ ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ തന്നു. അവരുടെ ഉദ്ദേശം വേറെ ആണെങ്കിലും ഈ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുള്ള അവസ്ഥ മോശമാണെന്ന് മനസ്സിലാക്കുകയും ഇനി ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന പല അനാചാരങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതൊന്നുമല്ല, ഇന്ത്യയിൽ തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ അതും ഒരു പ്രശ്നം തന്നെയാണല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ പല സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സുകളും കൊണ്ടുവന്നു. അതായത് സാമൂഹികമായി പരിഷ്കരണം കൊണ്ടുവരാനായിട്ട്, അതായത് സമൂഹത്തെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളുടെയും അവരുടെ സംഭാവനകളെയും പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. കുറച്ചൊരു ബോറായിരിക്കും, കാരണം കുറേ ആൾക്കാരുടെ പേരും അവർ തുടങ്ങിയ സംഘടനകളും നമുക്കിവിടെ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അത് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ രാജാ റാം മോഹൻ റോയിൽ നിന്നാണ്. ഓക്കെ, ആരായിരുന്നു രാജാ റാം മോഹൻ റോയ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. ആരാണ്? രാജാ റാം മോഹൻ റോയ്. ഇന്ത്യയിൽ ആരായിരുന്നു അദ്ദേഹം? ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം ബംഗാളിലാണ് ജനിക്കുന്നത് 1772. പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം, അതുപോലെ ജൂഡിസം പോലെയുള്ള മതങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാണ്ഡിത്യമുള്ള അറിവുള്ളൊരു വ്യക്തിയായിരുന്നു. മാത്രമല്ല പല ഭാഷകളും എന്ത് ചെയ്യും, സംസാരിക്കും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ 2 പത്രങ്ങളെ പറ്റി പഠിച്ചിരുന്നു. നിങ്ങൾക്ക് ആ പത്രത്തിൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ടിട്ടെ. എത്ര പേര് പഠിച്ചിട്ടാണ് ഈ ക്ലാസ് കാണുന്നത് നമുക്ക് നോക്കാം. കള്ളം കാണിക്കരുത്, ഇപ്പം തന്നെ പോയിട്ട് കമൻ്റ് ഇടുക. ഓക്കെ, അദ്ദേഹം പല ഭാഷകളും എന്ത് ചെയ്യുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഓക്കെ, മാത്രമല്ല ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ, ഫ്രഞ്ച് വിപ്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൽ രാജവാഴ്ചയ്ക്കെതിരെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറയേണ്ട ഒരു പോയിന്റ് ആയിരുന്നു, സതി എന്ന് പറയുന്ന ദുരാചാരം നിർത്തലാക്കാനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. അപ്പോൾ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ കൂടെ മരിക്കണമെന്ന് പറയുന്ന ഒരു ആചാരമായിരുന്നു സതി. അപ്പോൾ ഈ സതി എന്ന് പറയുന്ന ആചാരത്തെ അബോളിഷ് ചെയ്യാനായിട്ട് വളരെ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ആര്? രാജാ റാം മോഹൻ റോയ്. അത് ഇന്ത്യ നിരോധിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, വില്യം ബെൻറ്റിക് എന്ന് പറയുന്ന വൈസ്രോയുടെ സമയത്താണ് നിരോധിക്കുന്നതെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രാജാ റാം മോഹൻ റോയ് ആണ്. മാത്രമല്ല മോഡേൺ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകൾ അദ്ദേഹം എന്ത് ചെയ്തു, ആരംഭിച്ചു. അദ്ദേഹം തുടങ്ങിയൊരു സംഘടനയുടെ പേരാണ് ബ്രഹ്മ സമാജ്. അതിനെ ബ്രഹ്മോ സമാജം എന്ന് പറയാറുണ്ട്. ഇതിൽ ബ്രഹ്മ എന്നാണ് കിടക്കുന്നത്, ആയിക്കോട്ടെ. ബ്രഹ്മ സമാജം എന്ന് പറയുന്ന ഒരു റിഫോർമേഷൻ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു അദ്ദേഹം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. മാത്രമല്ല ചൈൽഡ് മാരേജിനെ എതിർത്തു. ബഹുഭാര്യത്വം, അതായത് ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കാനുള്ള അവകാശം അന്നുണ്ടായിരുന്നു. അതിനാണ് പോളിഗമി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ ബഹുഭാര്യത്വം എന്ന് പറയും. അപ്പോൾ ഈ പോളിഗമിയെയും ചൈൽഡ് മാരേജിനെ എതിർത്തു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, ഇതൊക്കെ എന്താണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആണ്. അപ്പോൾ അതിനെയൊക്കെ എതിർത്തു. മാത്രമല്ല സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടാനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. അതായത് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് സ്വത്തവകാശം ഇല്ലായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മാത്രമല്ല ഐഡിയലേറ്ററി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, വിഗ്രഹാരാധന എന്നാണ്. അതുപോലെ പോളിതിസിസം എന്ന് വെച്ചാൽ ബഹുദൈവ വിശ്വാസം, ഇതിനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, എതിർത്തു. അപ്പോൾ പ്രധാനമായിട്ടും ഹിന്ദു മതത്തിൽ അന്ന് നിന്ന പ്രധാനപ്പെട്ട കുറച്ച് ദുരാചാരങ്ങളെയാണ് രാജാ റാം മോഹൻ റോയ് എതിർത്തത്. ഇതൊക്കെയായിരുന്നു. ഒന്നാമത്തേത് സതി എന്ന് പറയുന്ന ആചാരത്തെ എതിർത്തു, ചൈൽഡ് മാരേജിനെ എതിർത്തു, പോളിഗമി അഥവാ ബഹുഭാര്യത്വത്തെ എതിർത്തു. മാത്രമല്ല അദ്ദേഹം എന്തിനെ എതിർത്തു, ഐഡോലേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഗ്രഹാരാധനയെ എതിർത്തു. അതുപോലെ തന്നെ എന്താണ് പോളിതെസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസത്തെയും എതിർത്തു. മാത്രമല്ല സ്ത്രീകൾക്ക് സ്വത്തവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. അദ്ദേഹത്തിൻ്റെ സംഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് രാജാ റാം മോഹൻ റോയ്. ബ്രഹ്മ സമാജം സ്ഥാപിച്ചത്
രാജാറാം മോഹൻ റോയ്. പഠിച്ചു വയ്ക്കുക, ബ്രഹ്മസമാജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇതാണ് രാജാറാം മോഹൻ റോയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് നോക്കാം എന്തൊക്കെയാണ് പോയിന്റ്. രാജാറാം മോഹൻ റോയ് 1772 ജനിക്കുകയും 1833 മരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നവോത്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തെയാണ്. അദ്ദേഹം ജനിച്ചത് ബംഗാളിലാണ്. ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂതിസം പോലെയുള്ള മതങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഫ്രഞ്ച് റവല്യൂഷൻ്റെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഒരു മൾട്ടി ലിംഗ്വൽ സ്കോളറാണെന്ന് വെച്ചാൽ പല ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമായിട്ട് എന്തൊക്കെ സോഷ്യൽ റിഫോംസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സതി എന്ന് പറയുന്ന ആചാരത്തെ അബോളിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, സ്വത്തിൻ്റെ അവകാശം, അതുപോലെ ചൈൽഡ് മാരേജിനെതിരായിട്ടും പോളിഗമിക്കെതിരായിട്ടും അദ്ദേഹം എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകൾ അദ്ദേഹം എന്ത് ചെയ്തു, ആരംഭിച്ചു. റിലീജിയസ് റിഫോംസിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിക്കുന്നത്. അദ്ദേഹം ഐഡിയലേറ്ററി അല്ലെങ്കിൽ പോളിതിസത്തെ എതിർത്തു, എന്ന് വെച്ചാൽ വിഗ്രഹ ആരാധനയും ബഹുദൈവ വിശ്വാസത്തെയും എതിർത്തു. അപ്പോൾ രാജാറാം മോഹൻ റോയ് പഠിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടാവണം? ഒന്ന്, ബ്രഹ്മസമാജം ഉറപ്പായിട്ടും ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ചോദിക്കും. അദ്ദേഹം അബോളിഷ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ അത് സതിയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് സതി നിരോധനമാണ്. അടുത്ത് വരുന്നത് ചൈൽഡ് മാരേജ് ആണ്. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കി പോയിന്റുകൾ ഇത്രയെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ രാജാറാം മോഹൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. സെറ്റാണേ. അടുത്ത് വരുന്നത് ജ്യോതിറാവു ഫൂലെയാണ്. ആരാണ്? ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഭാഗത്താണ് പ്രവർത്തിച്ചിരുന്നത്. പ്രധാനമായിട്ടും ലോവർ കാസ്റ്റ് അഥവാ ദളിതർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തായിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമാണ് അദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചത്. അപ്പോൾ രാജാറാം മോഹൻ റോയ് മതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിച്ചു. ജ്യോതിറാവു ഫൂലെ ദളിതർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. അദ്ദേഹം സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് സത്യശോധക് സമാജ്. സത്യത്തെ തേടുന്നു എന്നൊക്കെ ഒരു മീനിങ് ആണ് ഈ സത്യശോധക് സമാജിനുള്ളത്. ഓക്കെ, ഇതിന് പ്രധാനമായിട്ട് എന്തായിരുന്നു ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡോ റീമാരേജ് അല്ലേ. അതായത് പണ്ട് കാലത്ത് വിഡോ തീച്ചാടി മരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അവർക്ക് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ അവകാശമില്ലായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഓഫ് വിഡോസ് അല്ലേ, ഈ പറയുന്ന വിധവകളുടെ കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല അദ്ദേഹം സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, സ്ഥാപിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തെ നാട്ടുകാർ എന്ത് വിളിച്ചു, മഹാത്മാ എന്ന് വിളിച്ചു. അപ്പോൾ മഹാത്മാ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ സോഷ്യൽ റിഫോം ലീഡർ ആരെന്ന് ചോദിച്ചാൽ മഹാത്മാ ഗാന്ധി എന്ന് എഴുതരുത്. അതാരാണ്? അത് ജ്യോതിറാവു ഫൂലെ ആണ്. അദ്ദേഹം നോക്കിയേ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഓക്കെ, ഒരു സെക്കൻഡേ, സ്ക്രീന് കുറച്ചുകൂടി വലുതാക്കട്ടെ. സ്ക്രീന് തീരെ ചെറുതായി പോയി അല്ലേ. ഓക്കെ, ഇപ്പോൾ കാണാമല്ലോ, ഇപ്പോൾ ഒരുവിധം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ സാവിത്രി ഭായ് ഫൂലെ എന്ന് പറയുന്ന ആരായിരുന്നു? അത് നമ്മുടെ ജ്യോതിറാവു ഫൂലെയുടെ ഭാര്യയാണ്. ഓക്കെ, സാവിത്രി ഭായ് ഫൂലെ. ആ സ്ത്രീയും ആ വ്യക്തിത്വം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് സ്കൂളുകൾ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തി ആയിരുന്നു. ആരാണ്? ജ്യോതിറാവു ഫൂലെയും ഭാര്യ സാവിത്രി ഭായ് ഫൂലെയും. അപ്പോൾ ജ്യോതിറാവു ഫൂലെയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ്? 1827 ജനിച്ചു, 1890 മരിച്ചു. ഇമ്പോർട്ടൻ്റ് അല്ല. അദ്ദേഹത്തിന് സോഷ്യൽ റിഫോമർ ആയിരുന്നു. ഇവിടെ മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആരെന്ന് പറയുന്നത്? ജ്യോതിറാവു ഫൂലെ എന്ന് പറയുന്നത്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലോവർ കാസ്റ്റ് പീപ്പിളുകൾ അഥവാ ദളിതർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിച്ചു. അദ്ദേഹം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇക്വാലിറ്റിയും ജസ്റ്റിസും ഡിഗ്നിറ്റിക്കും വേണ്ടിയിട്ടാണ്. ഇതൊക്കെ 1-2 അഡീഷണൽ പോയിന്റുകളൂടെ ഉണ്ട്, ഇത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഓക്കെ, വിഡോ റീമാരേജിന് വേണ്ടിയിട്ടും വിഡോയുടെ ചിൽഡ്രൻസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുമാണ് പ്രവർത്തിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ റിഫോംസ് പറയുമ്പോഴാണ് എന്താണ് ദളിതർക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചത് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അദ്ദേഹത്തിന് നോക്കിക്കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ആൻഡ് റെക്കഗ്നീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ബഹുമാനത്തോടെ ജനങ്ങൾ അദ്ദേഹത്തെ എന്ത് വിളിച്ചു? മഹാത്മാ ഫൂലെ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു സാവിത്രി ഭായ് ഫൂലെ. അവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകളും നൈറ്റ് സ്കൂളുകളും സ്ഥാപിച്ചിരുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. എഡ്യൂക്കേഷനായിട്ട് സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യോതിറാവു ഫൂലെയുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചു. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് മഹാത്മാ. എന്താണ്? മഹാത്മാ. അദ്ദേഹം പ്രവർത്തിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദളിതർക്ക് വേണ്ടിയിട്ടും അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിച്ചു. ഈ 3 പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്.
മിനിമം ഇത് മൂന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം എന്ന് മനസ്സിലാക്കുക. അടുത്ത് വരുന്ന ആരാണ്? അടുത്ത് വരുന്നതാണ് പണ്ഡിത രമാഭായി. എന്താണ്? പണ്ഡിത രമാഭായി. പണ്ഡിറ്റല്ല, പണ്ഡിത രമാഭായി. സംസ്കൃത ഭാഷയിലെ പാണ്ഡിത്യം കൊണ്ട് അവരെ വിളിച്ചതാണ് എന്ത്? പണ്ഡിത രമാഭായി എന്ന്. അപ്പോൾ ആരായിരുന്നു പണ്ഡിത രമാഭായി? പണ്ഡിത രമാഭായി വാസേ ഫെമിനൈൻ പ്രസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ റിഫോംസ്. അല്ലേ, സോഷ്യൽ റിഫോംസിലുണ്ടായിരുന്ന സ്ത്രീ സാന്നിധ്യമായിരുന്നു. കർണാടകയിലാണ് ജനിക്കുന്നത്. അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സംസ്കൃതം, മറാത്തി, ബംഗാളി പോലെയുള്ള ഭാഷകളിൽ പാണ്ഡിത്യം നേടിയിരുന്നു. അവരെ പണ്ഡിത എന്ന് വിളിച്ചത് ആരായിരുന്നു? യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ടയിലെ ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ നോക്കി, പണ്ഡിത രമാഭായി എന്തിനൊക്കെ എതിരായിരുന്നു? ചൈൽഡ് മാരേജിനെതിരായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്കൂളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂളല്ല, ഒരു ഓർഗനൈസേഷൻ, ആര്യ മഹിളാ സമാജം. ആര്യ മഹിളാ സമാജം, അതുപോലെ ശാരദാ സദനം. ആര്യ മഹിളാ സമാജവും ശാരദാ സദനം ആരംഭിച്ചത് പണ്ഡിത രമാഭായി. എന്താണ്? പണ്ഡിത രമാഭായി. മാത്രമല്ല നോക്കിയേ, was started for the rehabilitation of widow and a project called Mukti Mission was started to provide vocational training for women. മുക്തി മിഷൻ എന്ന പേരിൽ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ട്രെയിനിങ്. അതായത് പഠിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എന്ത് കിട്ടും? ഒരു തൊഴിൽ കിട്ടും, എന്തെങ്കിലും ചെറിയൊരു ജോലി കിട്ടുന്ന രീതിക്കുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സെഷൻ 1889 അറിയാലോ, 1889 എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പണ്ഡിത രമാഭായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ഡിത രമാഭായി, പണ്ഡിത എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അറിവ് നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരെന്ന് പറയുന്നത്? പണ്ഡിത രമാഭായി എന്ന് പറയുന്നത്. അപ്പോൾ പണ്ഡിത രമാഭായി 1857 ജനിക്കുന്നു, 1922 മരിക്കുന്നു. അവരൊരു ഫീമെയിൽ സോഷ്യൽ റിഫോർമറാണ്, എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. എവിടെയാണ് ജനിക്കുന്നത്? കർണാടകയിലാണ് ജനിക്കുന്നത്. സംസ്കൃതം, മറാത്തി, ബംഗാളി ഭാഷകളിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടായിരുന്നു. സംസ്കൃത ഭാഷയിലെ പാണ്ഡിത്യം കണ്ടുകൊണ്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റി അധ്യാപകരാണ് എന്ത് ചെയ്തത്? അവരെ പണ്ഡിത എന്ന് വിളിച്ചത്. അപ്പോൾ പണ്ഡിത രമാഭായിയുടെ സോഷ്യൽ റിഫോംസിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ചൈൽഡ് മാരേജിനെ എതിർത്തിരുന്നു. എഡ്യൂക്കേഷൻ ഫോർ ആൻഡ് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ഗേൾസിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. 2 സംഘടനകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആര്യ മഹിളാ സമാജവും ശാരദാ സദനവും. ആര്യ മഹിളാ സമാജവും ശാരദാ സദനവും പോരാത്തെ മുക്തി മിഷൻ എന്ന പേരിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനവും നടത്തിയിരുന്നു. നാഷണൽ മൂവ്മെൻറ്റിനെ പറ്റി പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സെഷനിലെ അംഗമായിരുന്നു. പണ്ഡിത രമാഭായിയെ പറ്റി അപ്പോൾ നമ്മൾ എന്തൊക്കെ പോയിന്റ് പഠിക്കും? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അവരുടെ സംഘടനയാണ്, അല്ലേ? ആര്യ മഹിളാ സമാജം. ഇതാണ് ആര്യ മഹിളാ സമാജവും ശാരദാ സദനവും. ആര്യ മഹിളാ സമാജവും ശാരദാ സദനവും അതുപോലെ തന്നെയാണ് എന്ത്? മുക്തി മിഷനും. ആര്യ മഹിളാ സമാജം, ശാരദാ സദൻ, മുക്തി മിഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ആര്യ മഹിളാ സമാജം, ശാരദാ സദൻ, മുക്തി മിഷൻ ഇവർ സ്ഥാപിച്ച സംഘടനകളാണ്. പ്രധാനമായിട്ടും ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ്. കോൺഗ്രസിൻ്റെ സെഷനിൽ പങ്കെടുത്തു. ഈ സംഘടനകൾ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും, അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. പ്രിപ്പയർ എ നോട്ട് അനലൈസിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫൂലെ ആൻഡ് പണ്ഡിത രമാഭായി എന്ന് ചോദിച്ചാൽ നിങ്ങളിതാ ഈ ഉത്തരം എഴുതിക്കൊള്ളണം. ഇപ്പോൾ പഠിച്ച പോയിന്റുകൾ തന്നെ നമ്മളൊന്ന് ചുരുക്കി എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ മാത്രമാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കിയാലോ, എന്താ രാജാറാം മോഹൻ റോയ് പറഞ്ഞിട്ടുള്ളത്? രാജാറാം മോഹൻ റോയ് എന്തിനൊക്കെതിരെ പ്രവർത്തിച്ചു? സതിക്കെതിരെ, ചൈൽഡ് മാരേജിനെതിരെ, പോളിഗമിക്കെതിരെ, ഐഡിയോലോറ്ററിക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ റിഫോംസ് എന്തൊക്കെയാണ്? ബ്രഹ്മസമാജം ആരംഭിച്ചു. വുമൺസ് ഇൻ റൈറ്റ് ഫോർ മോഡേൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? പ്രവർത്തിച്ചിരുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ് എന്ന് അറിയപ്പെട്ടിരുന്നു. ജ്യോതിറാവ് ഫൂലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഒപ്രഷനും എതിരെ പ്രവർത്തിച്ചിരുന്നു. സത്യശോധക് സമാജം ആരംഭിച്ചു. സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടി സ്കൂൾ ആരംഭിച്ചു. വിഡോ റീമാരേജിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അടുത്ത പണ്ഡിത രമാഭായി എന്തായിരുന്നു? ചൈൽഡ് മാരേജിനും സോഷ്യൽ നെഗ്ലക്ട് ഓഫ് ദ വിഡോസിനും വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. സംഘടന ആര്യ മഹിളാ സമാജവും ശാരദാ സദനവും മുക്തി മിഷനും. സെറ്റാണ്, ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സും അവരുടെ ഫൗണ്ടേഴ്സിനെ പറ്റി പഠിക്കണം. പഠിച്ചേ പറ്റുള്ളൂ, ചോദ്യം ഇവിടുന്ന് വരാം. ആദ്യം വരുന്നതാണ് പ്രാർത്ഥനാ സമാജം, ആത്മാരാം പാണ്ഡുരംഗ. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ പ്രാർത്ഥിക്കുന്നത് ആത്മാവിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രാർത്ഥനാ സമാജം, ആത്മാരാം പാണ്ഡുരംഗ. അടുത്ത് ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സരസ്വതി എന്ന് ആലോചിച്ചാൽ മതി. ആര്യ സരസ്വതി. ആര്യ സമാജം ആരംഭിക്കുന്നത് ദയാനന്ദ സരസ്വതി. ആര്യ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരാണ് തോന്നുന്നത്, അപ്പോൾ സരസ്വതി ദേവി എന്ന് ആലോചിക്കാം. അപ്പോൾ ആര്യ സരസ്വതി, ആര്യ സരസ്വതി. അലിഗർ മൂവ്മെൻറ്റ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗറും അഹമ്മദും എന്ന് ഓർത്തു വയ്ക്കാൻ പറ്റുമല്ലോ, അല്ലേ? അലിഗർ മൂവ്മെൻറ്റ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അപ്പോൾ അലിഗർ അഹമ്മദ്. അപ്പോൾ ഒന്നുകൂടി നോക്കിയേ,
പ്രാർത്ഥിക്കുന്നത് ആത്മാവിന് വേണ്ടിയിട്ട്. ആര്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അപ്പോൾ സരസ്വതി എന്ന് ഓർക്കുക. ആര്യ സരസ്വതി. അലിഗറിൽ നിന്ന് അഹമ്മദ് ഓർക്കാം. അലിഗർ മൂവ്മെന്റ്, അഹമ്മദ് ഖാൻ. അടുത്ത് വരുന്നതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. വായിക്കൊള്ളാത്ത പേരാണ്. മാഡം ബ്ലവാസ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. മാഡം ബ്ലവാസ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ നാട്ടുകാരായിരിക്കത്തില്ല അല്ലേ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ഭാഗം നമ്മുടെ ആനി ബെസന്റ് സ്ഥാപിക്കുന്നുണ്ട് ചെന്നൈ അടയാറിൽ. ഇത് തുടങ്ങുന്ന ആളുടെ പേരാണ് മാഡം ബ്ലവാസ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. തിയോസഫിക്കൽ സൊസൈറ്റി. രാമകൃഷ്ണ മിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദൻ്റെയാണ് അല്ലേ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു രാമകൃഷ്ണ പരമഹംസർ. സോ രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദ. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? ഇ.വി. രാമസ്വാമി നായിക്കർ. EVR തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര ഫേമസ് ആയ വ്യക്തിയാണ്. സ്വാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻ്റ് എന്നും പറയും. ഇ.വി. രാമസ്വാമി നായിക്കർ. സ്വാഭിമാനം, ഇ.വി. രാമസ്വാമി നായിക്കർ. അടുത്തത് SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ഗുരു, അതറിയാമല്ലോ. സാധുജന പരിപാലന സംഘം, ഏതാണ് നമ്മുടെ സാധുജന പരിപാലന സംഘം? അയ്യങ്കാളി. ഇത് രണ്ടും നമുക്ക് കുറച്ച് പരിചയമുള്ള സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആത്മാവിന് വേണ്ടി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ. ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ സരസ്വതി ദേവിയുടെ ഇവിടെ ഓപ്ഷന് സരസ്വതി ദേവി എന്നൊരു പെണ്ണിൻ്റെ പേരുള്ള, സ്ത്രീയുടെ പേരുള്ള ഒന്നും മാത്രമല്ലേ കാണത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് സരസ്വതി നമുക്ക് മാച്ച് ഫോളോയിങ് മാത്രം. അലിഗറിലാണെങ്കിൽ അഹമ്മദ്. തിയോസഫിക്കലാകുമ്പോൾ ഈ തിയോസഫി എന്ന വാക്ക് തന്നെ നിങ്ങൾക്ക് വശമില്ല. തിയോസഫി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ വായിക്കൊള്ളാത്ത പേരായിട്ടുള്ള മാഡം ബ്ലാവാസ്കിയും കേണൽ ഓൾക്കോട്ടും ആണെന്ന് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ വരുന്ന ആരാണ്? രാമകൃഷ്ണ മിഷൻ, അതറിയാം. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് രാമകൃഷ്ണ പരമഹംസർ. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു. കോഡൊന്നുമില്ല, പഠിച്ചു വെച്ചാൽ മതി. സ്വാഭിമാന പ്രസ്ഥാനം, ഇ.വി. രാമസ്വാമി നായിക്കർ. ബാക്കി രണ്ടെണ്ണം SNDP എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാരായണ ഗുരുവിനെയാണ്. അടുത്ത് സാധുജന പരിപാലന സംഘം, പിന്നീട് പുലയ മഹാസഭയായിട്ടൊക്കെ മാറുന്നു. അയ്യങ്കാളി. മതി. ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണേ. ഓക്കെ, ഇതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. കാരണം ഇതൊന്ന് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ട് നല്ലോണം കുറച്ച് സമയം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പേരും ആൾക്കാരുടെ സംഘടനകളുമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോ. ഇത് നമുക്ക് ഇത്രയും മതി. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ടോപ്പിക്ക് പഠിക്കാം. സോ ഇപ്പോൾ ഓക്കെയാണല്ലോ ക്ലാസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.